കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പത്ത് വരികയാണ്. മുനമ്പത്തുകാരെ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അവരെല്ലാം സന്തോഷത്തിലാണ്. പക്ഷേ നിരവധി വെല്ലുവിളികളുണ്ട് എന്ന് ചില ഭാഗത്ത് നിന്ന് റിപ്പോർട്ടുകളും വരുന്നു. യഥാർത്ഥത്തിൽ വഖഫിൽ വെല്ലുവിളികളുണ്ടോ? കേന്ദ്രമന്ത്രിയുടെ വരവ് അത് എത്രത്തോളം പ്രയോജനം ചെയ്യും മുനമ്പത്തുകാർക്ക്? അത് വലിയ ഒരു ശുഭസൂചകമായ ലക്ഷണമാണ്. കേന്ദ്രമന്ത്രി നേരത്തെ ഈ സമരവേദിയിൽ അദ്ദേഹം വന്ന് അവർക്ക് കൊടുത്ത ഒരു വാഗ്ദാനമുണ്ട്. വഖഫ് നിയമം പാസ്സാക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടും. അത് സാധിച്ചു എന്ന കൃതാർത്ഥതയോടെ അദ്ദേഹം ഇവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കാനാണ് 9-ാം തീയതി അഭിനന്ദൻ സഭ എന്ന പേരിട്ട് BJP അവിടെ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട്. ആ സഭയെ അഭിസംബോധന ചെയ്ത് മുനമ്പത്തെ ജനങ്ങളോട്, ഇതിൻ്റെ അഫക്റ്റഡ് ആയിട്ടുള്ള കുടുംബങ്ങളോട് നേരിട്ട് സംസാരിക്കാനാണ് അദ്ദേഹം മുനമ്പത്ത് വരുന്നത്. ഇദ്ദേഹമാണ് പാർലമെൻറ്റിൽ ഈ ബില്ല് പൈലറ്റ് ചെയ്തത്, അവിടെ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഒപ്പിട്ടതോടെ അത് നിയമമായി. ഇനി ഗവൺമെൻറ് ഒരു ഡേറ്റ് തീരുമാനിച്ച് ഇതങ്ങ് നടപ്പാക്കിയാൽ മതി. അത് നടപ്പാക്കുമ്പോൾ മുനമ്പത്തെ ആളുകളുടെ ആവലാതി തീരുമോ? അവർക്ക് അവരുടെ നഷ്ടപ്പെട്ടു എന്ന് ഭയന്ന ഭൂമി അവരുടെ അവകാശത്തിൽ തിരിച്ചു വരുമോ? ഇതാണ് അവർക്കറിയേണ്ട കാര്യം. അത് ഉറപ്പാക്കിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രി വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പാർലമെൻറ്റിൽ എറണാകുളത്തെ MP പറഞ്ഞതുപോലെയൊന്നും അല്ല. MP പറഞ്ഞത് ഈ ബില്ല് കൊണ്ട് മുനമ്പ് പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നാണ്. അത് പറയാനുള്ള കാര്യകാരണങ്ങളൊന്നും അദ്ദേഹം വിശദീകരിച്ചില്ലെങ്കിലും അങ്ങനെ കുറേ തെറ്റിദ്ധാരണ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ആ തെറ്റിദ്ധാരണകളൊക്കെ നേരിട്ട് നിൽക്കാൻ കൂടി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയത്തിൻ്റെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ വഖഫ് നിയമ ഭേദഗതി ബില്ല് കൊണ്ട് എന്തൊക്കെയാണ് സാധിക്കുന്നത്, എന്താണ് ഭാവിയിൽ വരാൻ പോകുന്നത്, മുനമ്പം പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കപ്പെട്ടത്, അതിനെ തുടർന്നുണ്ടായിരിക്കുന്ന തുടർ കേസുകളുണ്ട്, വ്യവഹാരങ്ങളുണ്ട്, കോടതിയിലൂടെ പരിഗണനയിരിക്കുന്ന ആ കമ്മീഷൻ്റെ തീർപ്പുണ്ട്. കേരള ഗവൺമെൻറ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു, രാമേന്ദ്രൻ നായർ കമ്മീഷൻ. അപ്പോൾ അതിന് ഇനി ഭാവിയുണ്ടോ? അതിൻ്റെ ആവശ്യകത ഇനിയുണ്ടോ? ഇത്തരം കാര്യങ്ങൾക്കുള്ള എല്ലാ ഒരു സംശയ നിവാരണവും കൂടി ഈ കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടെ ഉണ്ടാകും. ഈ വഖഫിൽ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇത് നിയമമായി. ഇനി മുനമ്പത്തുകാർക്ക് അവരുടെ നഷ്ടപ്പെട്ട ഭൂമി അല്ലെങ്കിൽ വഖഫ് ഏറ്റെടുത്ത ഭൂമി തിരിച്ചു കിട്ടൂലേ? ഇതുപോലെ നിയമരഹിതമായി വഖഫ് ആണെന്ന് പ്രഖ്യാപിച്ച് ഗവൺമെൻറ്റിൻ്റെ അന്ന് നിലവിലുള്ള പല ഗവൺമെൻറ്റുകളുടെയും ഒത്താശയോടെ ഇവരുടെ കരം സ്വീകരിക്കാതിരിക്കുക, ഇവർക്ക് ഈ ഭൂമി അവർ പരമ്പരാഗതമായി താമസിച്ച് കൈവശപ്പെടുത്തി ഉപയോഗിച്ച് വരുന്ന ഭൂമിയാണെങ്കിലും അവർക്ക് അതിലുള്ള ഉടമസ്ഥാവകാശം പൂർണ്ണമായി അംഗീകരിച്ച് കിട്ടാതെ വരുന്നതുകൊണ്ടുള്ള പ്രയാസങ്ങൾ ഇവയൊക്കെ നീങ്ങും. അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ബാങ്ക് ലോൺ എടുക്കാൻ പറ്റില്ല, ഹൗസിംഗ് ലോൺ എടുക്കാൻ പറ്റില്ല, വേറെ ഏതെങ്കിലും കുട്ടികളുടെ പഠനത്തിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള വ്യവഹാരങ്ങളോ ബിസിനസ് നടത്താനോ ഒന്നും പറ്റാത്ത തരത്തിൽ ഈ ഭൂമി കൊണ്ട് എന്തൊക്കെയാണോ നമുക്ക് ഉപയോഗമുള്ളത് നിയമപരമായി, ഈ സോളവൻസി സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഇത് വഖഫ് നിയമത്തിനകത്ത് ഇതുപോലുള്ള ഒരുപാട് ദുരുവിദിഷ്ടമായ ക്ലോസുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് അതിന് യുക്തിഭദ്രമാക്കുകയാണ് ഈ നിയമ ഭേദഗതിയുടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുനമ്പത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂമിയുടെ ഭാവിയെക്കുറിച്ച് ഇനി ഒരു ഉത്കണ്ഠയ്ക്കോ അവകാശമില്ല. അക്കാര്യം കേന്ദ്രമന്ത്രി നേരിട്ട് ബോധ്യപ്പെടുത്താനാണ് മുനമ്പത്ത് 9-ാം തീയതി, ഈ മാസം 9-ാം തീയതി എത്തുന്നത്. പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രിമാരോ വരാൻ സാധ്യത? ഇതുവരെ അങ്ങനെ സൂചനയൊന്നുമില്ല. പ്രധാനമന്ത്രി വരേണ്ട കാര്യമല്ല. കാരണം വഖഫ് എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടാകെ ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഈ ആൾ ഇന്ത്യ തലത്തിൽ വരുന്ന ഈ ഭൂമി ഇടപാടിൽ വഖഫ് കൗൺസിലും ബോർഡിനും ഉണ്ടായിരുന്ന ഒരു അനധികൃതമായ അവകാശ സംരക്ഷണ നിയമം ഉണ്ടായിരുന്നു. അതാണ് ഭേദഗതി ചെയ്തത്. അത് 2 തവണയായിട്ട് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ അനുവദിച്ചു കൊടുത്ത ഒരു അധികാരമായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് തൽപരകക്ഷികൾ, മുസ്ലിം സമുദായത്തിലെ തൽപരകക്ഷികൾ മുതലെടുക്കുകയായിരുന്നു. ഈ വഖഫിനെന്നും പറഞ്ഞ് എഴുതി വെച്ചു. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം MES പ്രസിഡന്റ് ഫസൽ ഗഫൂറിൻ്റെ ഒരു ക്ലിപ്പിംഗ് കാണാനിടയായി. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു,
ഒരുപാട് ഭൂമി അനധികൃതമായി മുസ്ലിങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ അവർ വഖഫിനെ എന്നും പറഞ്ഞ് എഴുതി വെക്കും. 7% വഖഫിന് കൊടുക്കും. പിന്നീട് വരുന്ന ഈ വാടക ഇനത്തിൽ കിട്ടുന്ന പൈസയൊന്നും കണക്കൊന്നും അവതരിപ്പിക്കില്ല. പിന്നീട് ഈ ഭൂമിയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇവർ ഏതെങ്കിലും ട്രസ്റ്റിന് മാറ്റി വെക്കുകയും ചെയ്യും. ഈ വഖഫിന് അറിഞ്ഞുകൂടാ അവർക്ക് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ഭൂമി എവിടെയാണെന്ന്. അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാർ ഫറൂഖ് കോളേജിന് ഇങ്ങനെ ഭൂമി കൊടുത്തിട്ടുണ്ട്, 150 ഏക്കർ പറ്റുമോ. ആ ഭൂമി എവിടെയാണെന്ന് ഫറൂഖ് കോളേജിന് പോലും അറിയില്ല. അദ്ദേഹം അത് കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ട് നടക്കുന്നുമില്ല. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് അവ്യക്തതകൾ ഈ ഭൂമി ഇടപാടിൽ ഉണ്ട്. ഭൂമി കയ്യേറ്റത്തിലും കൊടുക്കൽ വാങ്ങലിലും അതിനെല്ലാം കൂടി ഇപ്പോൾ ഒരു വ്യക്തതയും വ്യവസ്ഥയും ഉണ്ടാകുകയാണ്. കഴിഞ്ഞ ദിവസം ഈ നിയമമായ ആദ്യത്തെ ദിവസം തന്നെ UP-യിൽ 1,20,000 ഏക്കർ സ്ഥലത്തിൻ്റെ അനധികൃതമായ ഇടപാട് വീണ്ടെടുക്കുന്ന നടപടി UP ഗവൺമെൻറ് തുടങ്ങി. അതേക്കുറിച്ച് നിലവിളിക്കുന്നു OIC. അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് നമ്മൾ ഇന്ത്യ മുഴുവൻ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോ സംസ്ഥാനത്ത് ബീഹാറിലുണ്ട്, ബംഗാളിലുണ്ട്, കേരളത്തിലുണ്ട്, അങ്ങനെ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനത്തും ഉണ്ട് വഖഫിൻ്റേതായ സ്വത്ത്. എന്തിന് ഗവൺമെൻറ് ഓഫീസുകൾ നിൽക്കുന്ന സ്ഥലങ്ങൾ, ഇന്ത്യൻ പാർലമെൻറ്റും സുപ്രീം കോടതി നിൽക്കുന്ന സ്ഥലം വരെ വഖഫിൻ്റെ ആണെന്ന് അവകാശവാദം വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു സംഘടനയോ പ്രസ്ഥാനമോ ബോർഡോ കൗൺസിലോ ഒക്കെ കയറി ഇത് ഞങ്ങളുടെ ഭൂമിയായിരുന്നു, ഇത് പണ്ട് ഇവിടെ മുഗളന്മാർ യുദ്ധം ചെയ്ത് ഇല്ലേ വന്നപ്പോൾ ആയുധം വെച്ച് നിന്ന പുരയാണിത്. ഇപ്പോൾ വെടിമറ എന്ന് പറഞ്ഞ് പറവൂരിലൊരു സ്ഥലമുണ്ട്. അത് ടിപ്പു സുൽത്താൻ ഇതിലെ കൂടെ പടയോട്ടം നടത്തിയ കാലത്തോ മറ്റോ ആയുധം സൂക്ഷിച്ചിരുന്ന സ്ഥലമാണത്രേ. അതിന് വേണമെങ്കിൽ ഇനി വഖഫിന് അത് ക്ലെയിം ചെയ്യാം. അത് ഏതെങ്കിലും കാലത്ത് ഇതിപ്പോൾ ടിപ്പു പോയതിന് ശേഷം ആ സ്ഥലം ഞാൻ വഖഫിന് തന്നിരിക്കുന്നു എന്നൊന്ന് പറഞ്ഞാൽ മതി, പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. പറയുമല്ലോ, എപ്പോഴും ഉള്ള വിളിച്ച് നമസ്കരിക്കുമല്ലോ. ആ കൂട്ടത്തിൽ ഈ ഭൂമിയും കൂടെ കാത്തോളണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വഖഫിൻ്റേതായി. അപ്പോൾ ഇങ്ങനെയുള്ള നിയമത്തിനാണ് ഇന്ത്യ പിന്നെ സ്വത്തവകാശ നിയമവ്യവസ്ഥ അനുസരിച്ച് ഇതിനൊരു നിയമപരിരക്ഷ ഉണ്ടാക്കുകയും വഖഫിനെ ഇല്ലാതാക്കുകയല്ല ഇത്. വഖഫിലുള്ള ദുരുപദിഷ്ടവും നിയമരഹിതവും അയുക്തികവുമായ വശങ്ങളെ ദൂരീകരിച്ച് അതിനെ ഒരു റാഷണലൈസ് ചെയ്യുകയാണ് ചെയ്തത്.